മലയാളികളുടെ ഇഷ്ടതാരമാണ് കാവ്യ മാധവൻ. പൂക്കാലം വരവായി എന്ന കമൽ ചിത്രത്തിലൂടെ ബാലതാരമായി മലയാള സിനിമാ ലോകത്തെത്തിയ നായിക. കമലിൻ്റെ തന്നെ അഴകിയ രാവണനിലെ അഴകുള്ള കൗമാരക്കാരി. പിന്നീട് ദിലീപിൻ്റെ നായികയായി ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രം, തെങ്കാശിപ്പട്ടണം, മീശ മാധവൻ, മിഴിരണ്ടിലും തുടങ്ങി നാടൻ പെൺകുട്ടിയുടെ വശ്യതയിൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നായികയായി മാറി കാവ്യ. പെരുമഴക്കാലത്തിലെ അഭിനയത്തിൻ്റെ ഒതുക്കവും അടക്കവും സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരത്തിലേക്കും എത്തിച്ചു. ഗദ്ദാമ, നാലു പെണ്ണുങ്ങൾ പോലെയുള്ള ചിത്രങ്ങളിലും കാവ്യയുടെ അഭിനയ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. തുടർന്ന് നിരവധി മലയാള സിനിമകളിലും തമിഴ് സിനിമകളിലും തിളങ്ങുകയും ചെയ്തു. നടൻ ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയത്തിൽ സജീവമല്ലെങ്കിൽ പോലും മലയാളികളുടെ ഇഷ്ട നായികമാരിൽ ഒരാൾ തന്നെയാണ് കാവ്യ. കാവ്യയുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. ദിലീപിനെ വിവാഹം ചെയ്തതോടെ സിനിമ വിടുകയായിരുന്നു കാവ്യ. ഇന്ന് മകൾ മഹാലക്ഷ്മിയെയും നോക്കി വീട്ടുകാര്യങ്ങളും ഒപ്പം തൻ്റെ ബിസിനസ്സുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ്. അതിനിടെ ഇപ്പോഴിതാ കാവ്യയുടെ ആസ്തിയും സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് വാങ്ങിയ പ്രതിഫലവുമൊക്കെ ചർച്ചയാവുകയാണ്. ദിലീപിൻ്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഇല്ലാതെ തന്നെ കാവ്യ കോടീശ്വരിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബാലതാരമായി കരിയർ ആരംഭിച്ച കാവ്യ പൂക്കാലം വരവായി എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത്. എന്നാൽ അഴകിയ രാവണൻ എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. പിന്നീട് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെ ആയിരുന്നു കാവ്യ നായികയായി അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് ഒന്നിനു പിറകെ ഒന്നായി നിരവധി സിനിമകളാണ് കാവ്യയെ തേടിയെത്തിയത്. ഓരോ സിനിമയ്ക്കും അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലവും കാവ്യയ്ക്ക് ആയിരുന്നു. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ തുടക്കകാലത്ത് തന്നെ ലക്ഷങ്ങളാണ് കാവ്യയ്ക്ക് പ്രതിഫലമായി ലഭിച്ചത്. അവിടെ നിന്നും സംസ്ഥാന പുരസ്കാരങ്ങളടക്കം സ്വന്തമാക്കി വിജയകരമായ കരിയറുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് കാവ്യ ആദ്യമായി വിവാഹിതയാകുന്നത്. സിനിമയിൽ നിന്നും നല്ല രീതിയിൽ സമ്പാദിച്ച ശേഷമായിരുന്നു നടിയുടെ വിവാഹം. അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ മുങ്ങിയാണ് കാവ്യ അന്ന് വിവാഹവേദിയിലേക്ക് എത്തിയത്. കഴുത്തു നിറയെ വ്യത്യസ്ത തരത്തിലുള്ള മാലകൾ അണിഞ്ഞും കൈനിറയെ വളകൾ അണിഞ്ഞും സർവാഭരണ വിഭൂഷിതയായിരുന്നു കാവ്യ. ഇക്കാരണത്താൽ തന്നെ കാവ്യയുടെ വിവാഹ ചിത്രങ്ങളാണ് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നത്. ഏകദേശം 500 പവന് മുകളിൽ കാവ്യ ധരിച്ചിട്ടുണ്ടാകും എന്നായിരുന്നു അന്ന് ആരാധകർക്കിടയിലെ ചർച്ചകൾ. എന്നാൽ ആദ്യ വിവാഹത്തിന് ധരിച്ച അത്രയും ആഭരണങ്ങൾ കാവ്യ രണ്ടാമത്തെ വിവാഹത്തിന് അണിഞ്ഞിരുന്നില്ല. അതേസമയം ഏകദേശം 100 കോടിയുടെ അടുത്തുവരും കാവ്യയുടെ ആകെ ആസ്തി എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ചെന്നൈ, കാസർഗോഡ്, കൊച്ചി എന്നിവിടങ്ങളിലായി കോടികൾ വില വരുന്ന ഫ്ലാറ്റുകളും ബിസിനസ്സുകളും ഒക്കെ താരത്തിനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ദിലീപിൻ്റെ ആകെ ആസ്തിയുടെ 1/3 കാവ്യക്കും ഉണ്ടെന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്.